വെൽക്കം ടു ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് പോസ്റ്റ് ക്രെഡിറ്റ്സ്. നമുക്ക് ഇവിടെ 2 നാഷണൽ അവാർഡ് വിന്നേഴ്സിനെ മൂന്നാമത്തെ എപ്പിസോഡിൽ പോസ്റ്റ് ക്രെഡിറ്റ്സ് കിട്ടിയതിൻ്റെ ഒരു പ്രിവിലേജിലാണ്. വി ഹാവ് വിനയ് ഫോർട്ട് ആൻഡ് സരൺ ഷിഹാബ്. ആട്ടമാണ് നമ്മളിന്ന് പോസ്റ്റ് ക്രെഡിറ്റ്സിൽ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ബിഗ് കൺഗ്രാറ്റ്സ്. രണ്ടുപേർക്കും ബിഗ് കൺഗ്രാറ്റ്സ്. ബിക്കോസ് വി പേഴ്സണലി ഫീൽ 2024 ഓപ്പണിംഗ് വാസ് എ ഗ്രാൻഡ് ഓപ്പണിംഗ് വിത്ത് ആട്ടം പോലത്തെ ഒരു സിനിമ. കാരണം മലയാളം സിനിമ ഒരു ഹൈ പോയിന്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അതിന് നാഷണൽ അവാർഡും വന്നു. ആൻഡ് വി വർ ഓൾസോ ഫീലിംഗ് ഇതൊരു ജനറേഷൻ്റെ സിനിമയായി മാറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് ബിക്കോസ് ഓഫ് ദ സബ്ജക്ട് ദാറ്റ് ഇറ്റ് ടോക്സ് അബൌട്ട്. നൗ യു ബോത്ത് ടെൽ മീ, ഇതുവരെ ഇപ്പോൾ ഫ്രം ദ ഇൻസെപ്ഷൻ ടു ഇപ്പോൾ പടത്തിൻ്റെ റിലീസ്, ഫെസ്റ്റിവൽസിൽ ഇത് പോയിട്ടുണ്ട്, പിന്നെ കമേഴ്ഷ്യൽ റിലീസ് വരുന്നു, നൗ നാഷണൽ അവാർഡ്. ചാപ്റ്റർ ആട്ടം ഫോർ വിനയ് ഫോർട്ട് ആൻഡ് ഫോർ സരൺ എന്താണ്, ആൻഡ് ഹൗ ആർ യു ഫീലിംഗ് അബൌട്ട് ഇറ്റ് സോ ഫാർ? ഇതിൻ്റെ തുടക്കം തിയേറ്ററിക്കൽ റിലീസിലായിരുന്നു. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മൾ കുറേ ഫെസ്റ്റിവൽസിനൊക്കെ പോകുമ്പോൾ നമുക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ചെറിയൊരു നല്ല പ്രതീക്ഷയും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതും പോയതെല്ലാം നോൺ മലയാളി ഓഡിയൻസിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും വളരെ ലൈക്ക് എൻഗേജ്ഡ്, ഫുൾ ലൈക്ക് ഇറ്റ്സ് എ ഡയലോഗ് ഇൻറ്റൻസീവ് മൂവി. അപ്പോൾ സ്ക്രീനിൽ നിന്ന് ഒരു സെക്കൻഡിന് കണ്ണെടുത്താൽ എന്തെങ്കിലും മിസ്സാവും. അപ്പോൾ ഫുൾ അറ്റൻഷനിൽ എല്ലാവരും കണ്ടിട്ട് ഫുൾ എൻഗേജ്ഡ് ആയിട്ട് ഒരു ഹൈ ആയിരുന്നു ആൾക്കാർക്ക് കണ്ടിറങ്ങുമ്പോൾ. അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഇതുപോലത്തെ റിസപ്ഷൻ കേരളത്തിലും കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹവും നമുക്കുണ്ടായിരുന്നു. ബട്ട് IFFKയിലായിരുന്നു അതിൻ്റെ ഒരു വേറൊരു വേവ് തന്നെ നമ്മൾ കണ്ടത്. അത് ഗംഭീരമായിരുന്നു. ആ വേവിൻ്റെ റിഫ്ലക്ഷൻ തിയേറ്ററിലേക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു ആരും മനസ്സിലാക്കാത്തൊരു കാര്യം, ആട്ടം അറൌണ്ട് 40 days ഓടിയിരുന്നു. അതായത് ഒരു മൾട്ടിപ്ലെക്സ് പരിപാടിയൊക്കെ ആയിട്ട് ആട്ടം പോലെയുള്ളൊരു സിനിമ അറൌണ്ട് 40 days ഓടിയിരുന്നു. അപ്പം ആളുകൾ ഇപ്പൊ പറയുമ്പോൾ തിയേറ്ററിൽ ഒന്നും ആയില്ലെങ്കിലും എന്ന് പറയുന്ന ഒരു സാധനം കൂടി 40 ദിവസം ഒരു സിനിമ പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ സർവൈവ് ചെയ്യുക വലിയ പരിപാടിയാണ്. പിന്നല്ലാതെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഇതുപോലത്തെ സിനിമ തിയേറ്ററിൽ ലൈക്ക് അത്രയ്ക്കും വലിയ തിയേറ്റർ റണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് സങ്കടമുണ്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയത് ഈ ഒരു സ്കെയിലിലുള്ള പടത്തിന് പറ്റുന്നത്ര വിധം ഒരു നല്ല അംഗീകാരം തിയേറ്റേഴ്സിലും കമേഴ്ഷ്യലി ആൻഡ് ക്രിട്ടിക്കലി നമുക്ക് പറ്റുന്നത്ര വിധം ലഭിച്ചിട്ടുണ്ട്. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ആൻഡ് ഇത് അതിലുപരിയാണല്ലോ ഇതിൻ്റെ ഇമ്പാക്റ്റ്. ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. ഓരോ ഡിസ്കഷൻ പോയിന്റ്സ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റൊക്കെ എഴുതുന്നത് വായിക്കാൻ നല്ല സന്തോഷം, അഭിമാനമാണ് നമുക്ക്. ഞാൻ അത് ചോദിക്കാൻ വന്നിരുന്നത്, അതായത് ഇപ്പോൾ ഓഡിയൻസിൻ്റെ പേഴ്സ്പെക്റ്റീവ് പറഞ്ഞല്ലോ, ഒരു സിനിമ ഇറങ്ങി ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിൽ ഇത്ര നാൾ ഓടാത്തിൽ വിഷമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ നേരെന്ന് പറയുന്ന സിനിമ ഫോർ എക്സാമ്പിൾ ഒരു സിമിലർ ടോപ്പിക്, വേറെ തന്നെ ഒരു സ്ക്രീൻ പ്ലേ ഉള്ളൊരു പടമാണ്. എന്നാലും അതിന് കിട്ടിയൊരു ബോക്സ് ഓഫീസ് ഒരു അറ്റൻഷനൊക്കെ ഉണ്ട്. ആട്ടം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പേഴ്സ്പെക്റ്റീവ്സും ഉണ്ട്. അതായത് ഇത് ഓടിയിട്ടില്ലേ അല്ലെങ്കിൽ തിയേറ്റർ. അപ്പോൾ ഡു യു സ്റ്റിൽ ഫീൽ ദറ്റ് ഡെസ്പൈറ്റ് ഓഫ് ദ നാഷണൽ അവാർഡ് ഇപ്പോൾ ഇതും കൂടെ വന്നു, വി സ്റ്റിൽ ഹാഡ് എ റിലീസ്? ഇപ്പോഴും തിയേറ്ററിൽ ഐ തിങ്ക് ദർ ഇസ് വൺ ഷോ വീണ്ടും റിലീസ് ചെയ്തിട്ട് ആൾക്കാർ പോയി കാണുന്നുണ്ട്. ഡു യു തിങ്ക് പീപ്പിൾ ആർ ജസ്റ്റ് അബൌട്ട് ടു സ്റ്റാർട്ട് ഡിസ്കവറിങ് ആട്ടം മോർ? ഇപ്പോൾ ആ ഒരു ഫേസിലോട്ടാണോ നമ്മൾ കടക്കുന്നത്? ഇപ്പോഴും ലിറ്റിൽ അണ്ടർ റേറ്റഡ് ആണ് ആട്ടം എന്ന് ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടോ നിങ്ങൾക്ക്? ലാലേട്ടൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ. ഫഹദ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമയിലുള്ള കുറച്ച് വളരെ ചുരുക്കം സുഹൃത്തുക്കൾ വിളിച്ച് ചാക്കോച്ച മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഒരു 3-4 പേരാണ് ഇത് ഒന്ന്, അതായത് ഈ ഒരു വലിയ അച്ചീവ്മെന്റിനെ എക്നോളജ് ചെയ്ത ആളുകൾ, അംഗീകാരം അർഹിക്കുന്ന സെലിബ്രേഷൻ അതെ ഇത് കിട്ടിയിട്ടില്ല. അത് ഒരിക്കലും. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിക്കുകയും ചെയ്തത്, ഞാൻ ആവർത്തിക്കില്ലത്. ഈ പറയുന്ന ഒരു ബഞ്ച് ഓഫ് ന്യൂ ടാലന്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പൊ ഫഹദ് ഫാസിൽ ഒരു സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫഹദിനെ വിളിച്ചിട്ട് എടോ താൻ പൊളിയാണ്ടോ, തന്റെ അഭിനയം നന്നാന്ന് ഞാൻ പറയില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി ഞാൻ പറയട്ടെ, ഇപ്പൊ നസ്ലിനെ പോലത്തെ ഒരാൾ, നസ്ലിൻ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ കമ്പാരിറ്റീവ്ലി പുതിയ ഒരാളാണ്. നസ്ലിൻ ഒരു വൻ പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു ഭയങ്കര ഒരു ബേസിക് പരിപാടിയാണ്. ആക്ടറിന് കിട്ടാവുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടറിന് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേരളം പോലെയുള്ള ഈ ചെറിയൊരു സംസ്ഥാനത്തേക്ക് നമ്മൾ ഏറ്റവും മികച്ച സിനിമ എന്ന് പറയുന്ന ഒരു അവാർഡ് കൊണ്ട് വന്നു. ഈ ഒരു ചെറിയ പറ്റം ഈ പറയുന്ന പോലെ നാടകക്കാരൊക്കെ കൂടി. അപ്പം അതിന് കുറച്ചുകൂടി ഈ പറയുന്ന പോലെ എനിക്ക് വ്യക്തിപരമായിട്ട് പ്രോത്സാഹനം വേണ്ട കേട്ടോ. നമ്മൾ ഇത്ര നാളും ഒരു പ്രോത്സാഹനം ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതും. പക്ഷെ എൻ്റെ കൂടെയുള്ള ആളുകളില്ലേ, ഞാൻ പറഞ്ഞ നമ്മുടെ അടുത്ത അവർക്ക് വലിയ കാര്യമാണ് ഇതൊക്കെ.
ഞാൻ ആലോചിച്ചു കുറച്ചും കൂടെയൊക്കെ നമ്മൾ ഇനിയിപ്പോൾ നാളെ വേറൊരു ഗ്രൂപ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി അത് ഒരു നാഷണൽ ലെവലൊക്കെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അവരെ കുറച്ചും കൂടി അങ്ങനെ ചേർത്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. സോളിഡാരിറ്റി പ്രകടിപ്പിക്കുക. അപ്പൊ അത് ഭയങ്കര മിസ്സിംഗ് ആയി തോന്നി. ഐ തിങ്ക് 2022 ലിസ്റ്റ് ചെയ്ത സിനിമകൾ ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര വലിയ സിനിമകളുണ്ടെന്നുള്ളത്. അതിൽ ആട്ടം നാഷണൽ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആണ് കിട്ടിയിരിക്കുന്നത്. പ്രോബ്ലി ദ ബിഗ്ഗസ്റ്റ് സെലിബ്രേഷൻ റൈറ്റ് നൗ ദാറ്റ് യു ക്യാൻ ഗിവ് ടു ദ ഫിലിം ഇസ് ടു ജസ്റ്റ് വാച്ച് ഇറ്റ് ആൻഡ് സെലിബ്രേറ്റ് ഇറ്റ്, ടോക്ക് അബൌട്ട് ഇറ്റ് എന്നുള്ളതാണ്. നൗ ഇപ്പോൾ ഏകർഷിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഐ എം വെരി ക്യൂരിയസ്. കാരണം ഈ സിനിമയുടെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആ വീട്ടിൻ്റെ അകത്ത് വന്ന് ഈ 11 ആൾക്കാരോട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്ന് നമ്മളും അതിൻ്റെ അകത്തൊരു ആളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വി ആർ വെരി ക്യൂരിയസ്. ഞങ്ങൾ ഈ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആക്ടേഴ്സിനുള്ള ബ്രീഫ് എങ്ങനെയായിരുന്നു? അതായത് നോബഡി സ്റ്റിൽ നോസ് ദാറ്റ് ഹൂ വുഡ് ഹാവ് പ്രോബ്ലി ഡൺ ദ ക്രൈം. പക്ഷേ ആക്ടേഴ്സ് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും തരത്തിലുള്ളൊരു ബ്രീഫ് ഉണ്ടായിരുന്നോ ഇൻ ടേംസ് ഓഫ് പ്രോബബ്ലി ഇയാളുടെ മനസ്സിൽ ഈ 2-3 പേരായിരിക്കാം പ്രോബബിൾ സസ്പെക്ട്സ്? അങ്ങനെ ഒന്നും പറഞ്ഞില്ല. നമുക്കൊരു 30-35 ദിവസത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു വിത്ത് ക്യാമറ. ഈ പലരും ലൈക്ക് സിനിമയിൽ ഡെബ്യൂട്ടൻസ് ആയതുകൊണ്ട് മെജോറിറ്റി ആളുകൾ ആദ്യയുടെ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണ്. മെജോറിറ്റി ആളുകൾ പിന്നെ ആദ്യയുടെ സിനിമയിൽ അഭിനയിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, എല്ലാവരും മേജർ റോൾസ്. പിന്നെ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഞാനടക്കമുള്ള എല്ലാ ആക്ടേഴ്സും ഭ്രാന്തള്ള ആളുകളാണ്. ഇവരാദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ പലരും ആനന്ദിനോട് ചോദിച്ചു, ഇത്രയും മോശമായ ഡയലോഗാണല്ലോ നീ എനിക്ക് തന്നത്, നിന്റെ വിചാരം ഞാൻ ഇങ്ങനെയാണെന്നാണ്. പക്ഷെ ആനന്ദ് പറഞ്ഞത് ലൈക്ക് ആ സ്വഭാവം, ആ പൊട്ടൻഷ്യൽ നിങ്ങളിൽ ഉണ്ടായിരിക്കാം, അത് ഉൾക്കൊണ്ടാണ് ഞാൻ ഈ ഡയലോഗ് എഴുതിയത്. അല്ലാതെ നിങ്ങളുടെ സ്വഭാവം ഭയങ്കര മോശമായതുകൊണ്ട് അതിന് മാച്ച് ചെയ്യുന്ന ഡയലോഗ് അങ്ങനെയല്ല ഞാൻ എഴുതിയത്. ഡയലോഗ് ഇല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തില്. ഞാൻ ആലോചിച്ചു, അതായത് ഇത്രയും പേർക്ക് ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു 11 പേര് ഉള്ള ഒരു സീൻ എഴുതുമ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും 3-4 ആൾക്കാരെ നമ്മൾ തന്നെ മറന്നു പോകും. പിന്നല്ലാതെ അപ്പൊ ആനന്ദ് ഒരു ലൈക്ക് ഒരു മാപ്പ് എന്തോ ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളുടെ എല്ലാവരുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചു. ഓക്കെ 10 മിനിറ്റിൽ ഇയാൾ സംസാരിച്ചിട്ടില്ല, പരിപാടിയായിരുന്നല്ലേ പുള്ളി. 10 മിനിറ്റിൽ ഇയാൾ സംസാരിച്ചിട്ടില്ല, ഇവിടെ ഒരു റിയാക്ഷൻ വന്നിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഇടയ്ക്ക് ഓർമ്മയുണ്ടോ ലൈക്ക് വിനയനോട് പറഞ്ഞു എന്ന് അറിയില്ല, പക്ഷെ ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സിനോടും ഞാനും ഷാജോണും വിനയൻ ഒഴിച്ച് ബാക്കി എല്ലാവരെയും സെപ്പറേറ്റ്ലി എടുത്തിട്ട് പറഞ്ഞു, ചെയ്ത ആക്ച്വലി ഇയാളാണ്, ഇത് ഞാൻ നിങ്ങളോട് മാത്രമേ പറയുന്നുള്ളൂ. ആ അറിവ് ഉൾക്കൊണ്ടാണ് എല്ലാവരും അഭിനയിക്കുന്നത്. അപ്പോൾ ആ തോട്ടിലാണ് ചിലപ്പോൾ ഈ മൈക്രോ റിയാക്ഷൻസിലൊക്കെ അവരുടെ ഇത് കാണാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയൊരു തരികിട സ്വഭാവം ഒക്കെ ഉണ്ട് ആനന്ദിന്. ഞാൻ ഇത് ചെയ്യുമായിരുന്നു, അതായത് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യാൻ വന്നു. അപ്പോൾ റിഹേഴ്സൽ എല്ലാവരും പൊളിയാണ്. ഞങ്ങൾ മലയാള സിനിമയിലെ ഏറ്റവും മിസ്സിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. വേറെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്, ആക്ടേഴ്സിനില്ല. നമ്മൾ സെറ്റിൽ വന്നിട്ടാണ് ഇപ്പം ഞാൻ സെറിൻ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഒരാളെ ഞാനൊരു പക്ഷേ സെറ്റിൽ വന്നിട്ട് കാണും. ഞങ്ങളുടെ ഈ സ്ക്രിപ്റ്റിലുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. ഇപ്പോൾ ഇപ്പം ഞാനും റഷ്യൻ സുഹൃത്തുക്കൾ ആണെങ്കിൽ നമുക്കൊരു 100 സുഹൃത്തുക്കളുണ്ടെങ്കിൽ 100 പേരായിട്ട് 100 തരത്തിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആക്ടേഴ്സിന് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല, ഒരു റിഹേഴ്സൽസ് എന്ന് പറഞ്ഞാൽ കൾച്ചറേ ഇല്ല. ആട്ടത്തിൽ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ എല്ലാ ആളുകളും എടുത്ത് പറയുന്നതാണ് ആട്ടത്തിൽ എവറി വൺ പെർഫോംഡ് വെൽ എന്ന്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത റിഹേഴ്സൽസ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി വർക്ക് ചെയ്തു. ഞാനും സെറിനും കൂടെയുള്ള കോൺവെർസേഷൻ്റെ ഇടയിൽ വേറൊരാൾക്ക് ഡയലോഗ് ലോജിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ കയറി പറയാമെന്നുള്ള. അതുകൊണ്ട് ആട്ടം ശ്രദ്ധിച്ചറിയാം. പലപ്പോഴും ഒരു കാര്യമൊക്കെ പറയുമ്പോൾ പറയണ്ട ഞാനിത് പറഞ്ഞു തീർക്കട്ടെ. ഇത് പല ആളുകളും പറയുന്നുണ്ടത് എന്നാൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു റിഹേഴ്സൽ പ്രോസസ് ഉണ്ടായിരുന്നു. ഫോർ ആൻ ആക്ടർ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഒരു അടിപൊളി സ്ക്രിപ്റ്റ് ആണ്. ദെൻ യുവർ വർക്ക് ഇസ് ഓൾറെഡി ഹാഫ് ഡൺ. പിന്നെ പെർഫോമൻസിലൂടെയാണ് നമുക്ക് ആ തിരക്കഥയുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. സിനിമയിൽ ഇപ്പോൾ അഗെയിൻ സ്ക്രീൻ പ്ലേ ഇത്രയും നമ്മൾ ഡീറ്റെയിൽഡ് സംസാരിച്ചപ്പോൾ എനിക്കതിനകത്ത് കുറേ, അതായത് ചില പോയിന്റ്സിൽ വളരെ പിവറ്റലായിട്ട് വരുന്ന കുഞ്ഞ് എലമെൻറ്റ്സ് ഉണ്ട്, അതർ ദാൻ ദ കോൺവെർസേഷൻ ആൻഡ് അതർ ദാൻ ദ ടോപ്പിക്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻവേർട്ടറിൻ്റെ ശബ്ദം, കറണ്ട് പോവൽ, ഈ കറണ്ട് പോയി ചൂടെടുത്തിട്ടാണ് ഇവരെല്ലാവരും പുറത്തു പോകുന്നത്. അതേപോലെ ഈ പ്രശ്നം വന്ന് അവർ ടേബിളിൽ ഇരുന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മുകളിലൊരു തേങ്ങ വന്ന് വീഴുന്നുണ്ട് ടും. അതായത് ലിറ്ററലി അവരുടെ ആ 11 പേരുടെയും തലയിൽ ഇടുത്തി വീണ പോലെ ഒരു സാധനം അവിടെ വന്ന് കഴിയുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ എല്ലാവരും പുറത്തു പോയിട്ട് ദർ ഇസ് എ വെരി എം ടി ടേബിൾ ചെയർസ്, അപ്പോൾ ഒരു ചെറിയൊരു മ്യൂസിക് പ്ലേ വരുന്നുണ്ട്.
പിന്നെ ഇവരെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നതാണ് ഫോർ ദ ഫസ്റ്റ് ടൈം എവ്രിബഡി ഈസ് കമ്മിങ് ടു ദെയർ പേഴ്സണൽ സ്റ്റാൻഡ് അബൌട്ട് ദ ഇഷ്യൂ. നിങ്ങൾക്ക് അങ്ങനെ സ്ക്രീൻ പ്ലേയിൽ ഇഷ്ടപ്പെട്ട മൊമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന പോലെ ചില സാധനങ്ങൾ മ്യൂസിക് വളരെ ലിമിറ്റഡ് ആണ്, ബട്ട് വളരെ എഫക്റ്റീവായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഇങ്ങനെ ആൾക്കാർ എല്ലാവരും ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ജനറൽ സ്റ്റാൻസ് ഉണ്ടല്ലോ, മോശമാണ്, അത് ശരിയല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവർ എല്ലാവരും അവരുടേതായ അജൻഡാസ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും വ്യത്യസ്തമായ ഒരു രീതിയുണ്ട്. അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ കുറേ ഡീറ്റെയിൽ ഓറിയൻറ്റഡ് പരിപാടിയായിരുന്നു. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആകുമ്പോൾ അതിൻ്റെ എക്സിക്യൂഷനും ലൈക്ക് പാളിയാൽ പ്രശ്നമാവും. അതൊക്കെ എക്സിക്യൂഷൻ്റെ നല്ല ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളും ഒരു ആക്ടർ എന്ന നിലയിൽ ഇതൊക്കെ നോട്ട് ചെയ്യണമല്ലോ. ബിക്കോസ് നമ്മുടെ കരിയർ ഇത് ഇൻഡസ്ട്രിയിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ആക്ടിങ് പരിപാടി മാത്രമായി കൊണ്ടുപോയാൽ നടക്കില്ല. അപ്പോൾ പറ്റുന്നത്ര ഈ ഫിലിം മേക്കിങ്ങിനെ, ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കുക. ആൻഡ് ഒരു നല്ല ക്ലാസ് റൂം പോലെ ആയിരുന്നു ആട്ടത്തിലെ സെറ്റ് എപ്പോഴും. ഋഷി നേരത്തെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞ ഒരു റൈറ്ററിൻ്റെ സ്ട്രെങ്ത്. ഈ പറയുന്ന 10 പേരെ പ്രധാന കഥാപാത്രമാക്കിയിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ പറയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെണ്ടിത്തരമാണ് ഒരു റൈറ്ററിനോട്. സാധാരണ നമ്മളൊരു കഥ കണ്ടെത്തുന്നു, പിന്നെ അതിൻ്റെ തിരക്കഥയാവുന്നു, അങ്ങനെയാണല്ലോ. ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അതായത് ഒരു റൈറ്ററിൻ്റെ ബ്രില്യൻസ് ആണ്. ഈ സ്പേസിലാണ് ഈ പരിപാടി മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഈ സ്പേസിൽ തന്നെ സിനിമ മുഴുവൻ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ലോജിക്കലി ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന മൊമെന്റ്സ് ആണ് നിങ്ങൾ പറഞ്ഞാക്കി. തേങ്ങ വീണത്, ഇൻവെർട്ടർ കേടായത്, പുറത്തു പോയത്, മഴ പെയ്തത്, ഇത് മുഴുവൻ ഒരു റൈറ്ററിന്റെ ബ്രില്യൻസ് ആണ്. എങ്ങനെ ഒരാളെ പ്രോഗ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ആളുകളെ ഒരു മൊമെന്റും ബോറടിപ്പിക്കരുതല്ലോ. ഒരു സെക്കൻഡ് ബോറടിച്ച് നമ്മൾ അപ്പൊ തന്നെ ഫോൺ എടുക്കില്ലേ? അപ്പൊ അത് ഒരു ബ്രില്യൻ റൈറ്റർ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് ഇറ്റ് ഇസ് വെരി കോംപ്ലിക്കേറ്റഡ് ദിസ്, എസ്പെഷ്യലി ദിസ് സ്ക്രീൻ പ്ലേ. ഇപ്പോൾ ആ പുറത്തിരുന്നിട്ട് നിങ്ങൾ ഇപ്പോൾ വിനയ് ചേട്ടൻ വന്നിട്ട് ഒരു സൈഡിലൊരു ചെയറിലിരുന്നിട്ട് ഓൾ ഓഫ് യു മെൻ ആർ ടോക്കിംഗ്. അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ ഡയലോഗ് മറ്റേ ആംഗിൾസിൽ ഒരാൾ പുറകെ കൂടെ അങ്ങോട്ട് നടക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത വഴിയിൽ ഇയാൾ അപ്പുറത്തെ പൊസിഷനിൽ എത്തി. കറക്റ്റ് കണ്ടിന്യൂറ്റി ഒക്കെ കറക്റ്റാണ്. സോ അതിനാണ് നാഷണൽ അവാർഡ് എഡിറ്റർ. സിൻസ് ദിസ് ഇസ് എ വെരി ഡയലോഗ് ഹെവി ഫിലിം, അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആട്ടം സംസാരിക്കുന്ന വിഷയവും ഇപ്പോൾ ആൾക്കാർ വീണ്ടും എടുത്ത് സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ ഈ ഡയലോഗ്സിലും ഇവരുടെ ഇടയ്ക്കുള്ള ഈ സംസാരങ്ങളിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. സോ ഇപ്പോൾ ലെറ്റ്സ് ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് സുധീർ എന്ന് പറയുന്ന ക്യാരക്ടർ. പുള്ളി പരക്കെ ഇരുന്നിട്ട് ഒരു പെണ്ണ് വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. എന്നാൽ ഹീ ഈസ് ഓൾസോ സംവൺ ഹൂ വുഡ് പ്രോബബ്ലി വാച്ച് പോൺ ഇൻ പ്രൈവറ്റ്. സോ നമ്മളിപ്പോൾ ഈ ടോക്സിസിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സംഭവത്തിന്, ഒരു ടോക്സിക് എന്ന് പറയുന്നതിന് ഇറ്റ് നീഡൻ ബി അർജുൻ റെഡ്ഡി സ്റ്റൈൽ ഭയങ്കര റേജിങ് ബുൾ ആവണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഇറ്റ് കുഡ് ഓൾസോ ബി സ്വീറ്റ് പീപ്പിൾ ഹൈഡിങ് ദെയർ സിക് ട്രെയ്റ്റ്സ്. പുള്ളി പുറത്ത് ഭയങ്കര പ്രോഗ്രസീവ് നിലപാടൊക്കെ ഉള്ള ആളുമാണ്. സോ മൈ ക്വസ്റ്റ്യൻ വാസ്, ഡു യു തിങ്ക് അതും ലൈക്ക് ഈ പറയുന്ന ഒരു ഇങ്ങനത്തെ ഒരു ട്രീറ്റും സ്വീറ്റ് പീപ്പിൾ ഹൈഡിങ് ദെയർ സിക് ട്രെയ്റ്റ്സ് ഉള്ളതും ടോക്സിക് ഇതിനകത്ത് പെടുത്താവുന്ന ഒരു സാധനമല്ലേ? ബിക്കോസ് ഈ ക്യാരക്ടർ അങ്ങനെയാണ്. ആൻഡ് ഡസ് ദാറ്റ് നോട്ട് റിഫ്ലക്ട് എ ലോട്ട് ഓഫ് പീപ്പിൾ? പിന്നെ ശരിക്കും ഈ എല്ലാവരും ലൈക്ക് ഒരു വാട്ടർ ടൈറ്റ് ഗുഡ് ആൻഡ് ബാഡ് സ്പേസിലല്ല, എല്ലാവരും ഗ്രേ സ്പേസിലാണ് അവരുടെ ആക്ഷൻസും സ്വഭാവവും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും എവരിബഡി ഹാസ് ഗോട്ടൻ. ഇത് ഒരു പബ്ലിക് ലൈഫ് ഉണ്ട്, പ്രൈവറ്റ് ലൈഫ് ഉണ്ട്, സീക്രട്ട് ലൈഫ് ഉണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ബീങ് ആൻ ആക്ടർ, ഞാൻ വിശ്വസിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 70 സിനിമയിൽ അഭിനയിച്ചു, 70 കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും. അതിൽ ഈ പറയുന്ന പോലെ എല്ലാ ഭയങ്കര ഡാർക്കറായിട്ടുള്ള, ഇപ്പോൾ മറ്റേ സീരിയൽ കില്ലറും ഉണ്ട്, ഭയങ്കര വില്ലനുണ്ട്, ഭയങ്കര ഇന്നോസെൻ്റ് ആയിട്ടുള്ള ആളുണ്ട്. അപ്പം ഇത് ഇങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് പരിപാടി എനിക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഈ കഥാപാത്രങ്ങൾ മുഴുവൻ ഞാൻ എന്നിൽ നിന്ന് എടുത്തതാണ്. ഞാൻ ഭയങ്കര ഇമാജിൻ ചെയ്തിട്ട്, അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഒരു ആനിമൽ എന്നിലുണ്ട്. ഞാൻ ഭയങ്കര സാധാരണക്കാരനായിട്ടോ, ഞാനൊരു സിനിമാ നടനായതുകൊണ്ട് ഞാൻ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റോ, ഞാൻ ഭയങ്കര നന്മയുള്ള മനുഷ്യനോ അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ആളോ ഒന്നുമല്ല. ഞാൻ വളരെ സാധാരണക്കാരനാണ്. നമ്മളെല്ലാവരുമാണ്. പക്ഷെ ഇപ്പൊ ചുറ്റുപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
പലപ്പോഴും ഒരു ബ്ലെയിം ഗെയിമാണല്ലോ, അല്ലെങ്കിൽ നീ മോശം, നീ നല്ലത്. നമ്മളെല്ലാവരും വളരെ സാധാരണ മനുഷ്യരാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ എൻ്റെ ഒരു ആക്ടിങ്ങിൻ്റെ ബേസിക് തന്നെ അതാ. എന്നോടിപ്പോൾ ആട്ടത്തിലെ ക്യാരക്ടർ ചെയ്യുന്ന അതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്നോട് ആളുകൾ ചോദിച്ചു, നീ അല്ലെങ്കിൽ നീ ഇപ്പോൾ ഞാൻ കുറച്ച് ഇപ്പോൾ മാലിക് പോലെയുള്ള സിനിമ അല്ലെങ്കിൽ തമാശ അങ്ങനെ കുറച്ച് അല്ലെങ്കിൽ കുറെ നല്ല ഫിലിം മേക്കേഴ്സിനോട് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത്, അപ്പം നീ ഇങ്ങനൊരു ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉത്തര നെഗറ്റീവിന്റെ അപ്പുറത്തേക്ക് ഇത് ഒരു തരത്തില് ആളുകൾക്ക് ഭയങ്കര വെറുപ്പ് തോന്നി ആളോട്. കാര്യം സെറിന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലും ഇയാള് ഈ പറയുന്ന ഇത്ര ഡിപ്ലോമസിയുടെ അവസ്ഥാന്തരങ്ങളാണ് എൻ്റെ ക്യാരക്ടർ. അജണ്ടയും പെർസീവ് ചെയ്യുന്നുണ്ട്. സത്യം. നിങ്ങൾക്ക് ഈ ഡയലോഗ്സ് എസ്പെഷ്യലി ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഡയലോഗും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എവറി ഡയലോഗ് ക്യാൻ ബി ടേക്കൺ ആൻഡ് ദെൻ റെഡ് ഇൻ ടു ദ ജനറൽ കോണ്ടെക്സ്റ്റ്. സോ വെൻ യു വർ പെർഫോമിങ് നിങ്ങൾക്ക് ഈ തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു ലൈക്ക് ഇതിൻ്റെ, അതോ യു വർ ജസ്റ്റ് പെർഫോമിങ് ആനന്ദ് എഴുതിയ ഡയലോഗ്സ് അങ്ങനെ പെർഫോം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകാന്നുള്ളതായിരുന്നു, അതോ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞൊരു കൊളാബറേറ്റീവ് രീതിയിൽ ഡയലോഗ്സ് എഴുതുന്നതിലും അത് പറയുന്നതിലും ഈ ക്യാരക്ടർ ഇങ്ങനെ പറയില്ല അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്? ഡെഫിനറ്റ്ലി ആ സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് സിനിമയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ക്ലൈമാക്സ് എന്ന് പറഞ്ഞ പരിപാടിയിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കില്ല ഇയാൾ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതായിരിക്കില്ല, അല്ലെങ്കിൽ ഇതിന്റെ ബാക്ക് സ്റ്റോറി ഇതായിരിക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല എന്നുള്ള തരത്തിൽ ഞാൻ അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ മൊമെന്റിൽ അവൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ അത് ഭയങ്കര കൊളാബറേറ്റീവ് വർക്ക് അല്ലേ, അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിനെ കോൾ എടുക്കാം, അല്ല പിന്നെ ഞാൻ എഴുതിയാണല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് എടുത്തിട്ട് അവസാനിപ്പിക്കാം എന്ന് പറയുന്നതിന് പകരം ആനന്ദ് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു, ഓക്കെ ലൈക്ക് നിന്റെ വിഷയത്തിൽ നമുക്ക് ആദ്യം ഒരു പരിപാടി എടുക്കാം, അതിനുശേഷം ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലെ ഞാൻ ഉപയോഗിക്കേണ്ട, അതൊരു ലിബർട്ടി ആണല്ലോ. അപ്പൊ ഞാൻ ഇത് ഭയങ്കര കൊളാബറേറ്റീവ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ആനന്ദിന്റെ ബ്രില്യൻസ് ആ റൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇവരെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഒരു തിയേറ്റർ ഗ്രൂപ്പിന്റെ സ്റ്റോറി പറഞ്ഞുകൂടാ? അതായിരിക്കില്ല ഇവർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത്. ഇവരുടെ പേര് മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിരിക്കില്ലേ? ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞില്ലേ, ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ കുറച്ച് കോൺഷ്യസ് ആവുന്ന പോലെ ഇവന് ഫീൽ ചെയ്തിട്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ക്ലാപ്പ് ബോർഡിന്റെ പരിപാടി തൂക്കി, ആക്ഷനും കട്ടുമില്ല സിനിമക്ക്. അപ്പോൾ മറ്റേ എഡിറ്ററിനെ വിളിച്ച് ചോദിച്ചു, ക്ലാപ്പ് ബോർഡ് ഇല്ല കുഴപ്പമുണ്ടോന്ന്. പാവപ്പെട്ടവനാണല്ലോ മഹേഷ് പറഞ്ഞു കുഴപ്പമില്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം. മഹേഷ് അറിഞ്ഞില്ല സിനിമ മുഴുവൻ ഒരു കോസ്റ്റ്യൂം ആണെന്ന്. അല്ലെ, കോസ്റ്റ്യൂം വെച്ചിട്ട് പിടിക്കാന്നാണ് മഹേഷ് കരുതിയത്. സിനിമ മുഴുവൻ ഈ സനോഷിനെ കുറിച്ച് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നമ്മൾ ഇപ്പൊ ഇതിന്റെ ഷോട്ട് എടുക്കുകയാണ്, ഇവൻ ഇങ്ങനെ എടുത്തിട്ട് കൈ ഇവിടെ വെച്ചിട്ടായി അഭിനയിച്ചേക്കണേ. ഇതിന്റെ തന്നെ സെറിന്റെ ഷോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇവന്റെ കൈ ഇവിടെയാണെങ്കിൽ ഇവൻ കൈ മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ കണ്ടിന്യൂറ്റി ചന്നം പിന്നെ തെറ്റിച്ചു. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ വിളിച്ചിട്ട് അവാർഡ് ഇട്ട് കഴിഞ്ഞാൽ സനോഷായിട്ട് സംസാരിക്കും. ഞാൻ പറഞ്ഞാടാ അവൻ നാഷണൽ അവാർഡ് കിട്ടി, ഇനിയെങ്കിലും നിനക്ക് മാപ്പ് പറയേണ്ട സമയം അവരോടല്ലേ. കാരണം ഞാൻ അവനെ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ഞാൻ അവനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര ഡെപ്തിലേക്ക് പോയി. അവന് മനസ്സിലായി ടഫാണ് പരിപാടി എന്നുള്ള. അവൻ അത്ര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിച്ചു, നാഷണൽ അവാർഡ് കിട്ടിയത്. പിന്നെ ഈ പെർഫെക്ഷനും കൃത്യതയൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു ഇംപെർഫെക്റ്റ് സാധനമാണ്. ആക്ച്വലി ഈ ഇംപെർഫെക്ഷൻസ് ഒക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചിലർ സിനിമ കാണുന്നത് അല്ലേ. ആൻഡ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആനന്ദിനോട് ചോദിക്കുന്നു, വാട്ട് ഡു യു തിങ്ക് ഇസ് ഗുഡ് സിനിമ? പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, ഇംപെർഫെക്ഷൻസ് നോട്ട് ചെയ്യാതെ ഒരു നല്ല സിനിമ പ്രസന്റ് ആസ് ലോങ് ആസ് ആൾക്കാർക്ക് ഇതൊരു ഇംപെർഫെക്ഷൻ ആണെന്ന് മനസ്സിലാകുന്നില്ല, അതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നല്ല സിനിമ. അതിലേക്ക് ഫോക്കസ് പോകരുത്. ഇംപെർഫെക്ഷൻസ് മാസ്ക് ചെയ്ത് നല്ല കഥകൾ പറയാൻ പറ്റും. കണ്ടിന്യൂറ്റി ആളുകൾ പറയില്ലേ, ഇപ്പൊ അവിടെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഉണ്ടെന്നൊന്നും നമ്മുടെ ചിന്തയിലെ വരരുത്. നിങ്ങൾ ആ സ്റ്റോറി ടെല്ലിംഗിൽ ഇരുന്ന് ക്യാരക്ടേഴ്സിന്റെ ഇമോഷനിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ എസ്പെഷ്യലി ആട്ടം പോലെയൊരു സിനിമയിൽ നമ്മൾ കണ്ടിന്യൂറ്റി ഒന്നും നമ്മൾ നോക്കൂല. ബിക്കോസ് നമ്മളുടെ ശരിയും തെറ്റുകളോട്ടൊക്കെ നമ്മൾ ഇറങ്ങി പകുതിയൊക്കെ എത്തുമ്പോഴത്തേക്കും പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ പറയും, നമ്മുടെ മനസ്സ് അത്രയും ഡീപ്പ് കാര്യങ്ങളിലേക്ക് പോകുമ്പോ ഇത്രയും ലൈക്ക് നിസ്സാരമായ കണ്ടിന്യൂറ്റി ഒക്കെ പ്രശ്നമേ അല്ല. ആരോ പറഞ്ഞു, അതായത് നേരത്തെ ഋഷി പറഞ്ഞ പോലെ നമ്മള് അവിടെ ഒരു കസേരയിട്ട് ഇരുന്നു, അതായത് ഞങ്ങള് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇയാളും അതായത് കാഴ്ചക്കാരൻ ഒരു കസേരയിട്ട് ഇരിക്കുകയാണ്, ഓരോ ആളുകൾ എന്ത് പറയണമെന്ന് നോക്കിയിട്ട്. ക്ലൈമാക്സിൽ യുവർ എക്സ്പ്രഷൻ ഐ ഹാവ് റെഡ് ദാറ്റ് ഈസ് വൺ ഓഫ് യുവർ ഫേവറേറ്റ് സീൻസ്. ആ ക്ലൈമാക്സിൽ
ഓട്ടോയിൽ ഇരുന്നിട്ടുള്ള ഒരു ദർ ഇസ് ദിസ് നോഡ് ദാറ്റ് യു ഗിവ്. ഒരു കഥാർസിസിൽ എത്തി നിൽക്കുന്ന ഒരു പോയിന്റിൽ എത്തണം. അപ്പോൾ എനിക്ക് അവിടെ ക്യൂരിയസ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്, അതായത് ഹൗ ഡിഡ് യു വാട്ട് വാസ് യുവർ തോട്ട് വെൻ യു വർ പെർഫോമിങ് ദാറ്റ് സീൻ? ബിക്കോസ് ഇതിന് തൊട്ട് മുമ്പ് ഹരി ഇല്ലെങ്കിൽ ആര് എന്നാരും ചോദിച്ചില്ലല്ലോ എന്ന് പറയുന്ന ഒരു അഞ്ജലിയുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. The most important question. So was that not in disbelief of the fact that no men asked this question, or the moment after that in the film is where you have directed a play and then all of this has come in performance and then you say the dialogue where all 11 men. എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നതെന്നുള്ള ഒരു റിയാക്ഷൻ പരിപാടി ഉണ്ടായിരുന്നോ, അതോ വാട്ട് വാസ് യുവർ തോട്ട്? ഹരി ഇല്ലെങ്കിൽ പിന്നെ ആരെന്നുള്ള ഒരു സാധനത്തിൽ നിന്ന് വന്നൊരു സംഭവമായിരുന്നു. ഇത്രയും ഒരു ഘടനയൊക്കെ, ഇത്രയും വൃത്തികെട്ട സംഭവങ്ങളൊക്കെ മറികടന്ന് പോയി എല്ലാം ഒരു സർക്കസ് ആയിട്ടാണ് അത് റിയലൈസ് ചെയ്യുന്നത്. ആൻഡ് ഇതൊരു സർക്കസ് ആണ്, അത് ആക്ച്വലി ഒരു നാടകത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തോട്ടും അവൾക്ക് ഓട്ടോയിൽ ഉണ്ട്. പക്ഷേ ഇവൾക്ക് ആദ്യം ഓഫ് കോഴ്സ് ആരെയും ഇനി വിശ്വസിക്കാൻ പറ്റില്ല, ആരുടെയും വാക്ക് ഭയങ്കര എംപ്റ്റി പ്രോമിസസ് ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, എനിക്ക് എന്നെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ ആ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അപ്പോഴാണ് റിവീൽ ആവുന്നത്. അതെ. ആൻഡ് ലൈക്ക് കുറച്ച് നേരത്തേക്ക് അഞ്ജലിയും ഒരു ഗ്രേ ക്യാരക്ടറാണ്. ഇത്രയും ലൈക്ക് ഉൾക്കരുത്തൊക്കെ ഉള്ളൊരു പെൺകുട്ടി എന്തിനാണ് ഈ ബന്ധമൊക്കെ മറച്ചു വെക്കുന്നത്? അത് എന്തോ ഒരു കളവുണ്ടല്ലോ. പക്ഷേ ഇവള് സത്യം പറയുമ്പോഴാണ് ഇവളൊരു പ്രൊട്ടാഗനിസ്റ്റ് ആവുന്നത്. ഫ്രം ദെയർ ഷീ കീപ്സ് ഗോയിങ് അപ്പ്. ഈ ഓണേഴ്സ് ഓഫ് പ്രൂഫ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഒരു വുമൺ ഫേസിങ് എ സെക്ഷൽ മിസ്കോണ്ടക്റ്റിൻ്റെ അകത്ത് മാത്രമാണ് ഓണേഴ്സ് ഓഫ് പ്രൂവിങ് ദാറ്റ് ദിസ് ഹാസ് ഹാപ്പൻഡ് ഇസ് ഓൺ ഹെർ. അല്ലെങ്കിൽ എപ്പോഴും പ്രൂവിങ് ദി കൺവിക്റ്റഡിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാനാണ് എപ്പോഴും ഡയറക്ഷൻ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ ഇതിപ്പോൾ പ്രൂഫ് കൊടുക്കണം. ഇപ്പോൾ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, നിനക്ക് തെളിവ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആ ഒരു അൺഫെയർ എലമെൻറ്റ് ഡു യു തിങ്ക് ദാറ്റ് വിൽ എവർ ചേഞ്ച്? ഇത്രയുമൊക്കെ ബഹളങ്ങൾ സംഭവിച്ചാലും അത് മാറണമെങ്കിൽ അതിൻ്റെ നിയമം മാറണം. ലീഗാലിറ്റി തന്നെ ഓണേഴ്സ് ഓഫ് പ്രൂഫ് ആ വിക്ടിമിൻ്റെ മുകളിലാണ്. അത് ആ നിയമം മാറിയില്ലെങ്കിൽ വേറൊരു മാറ്റവും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണ്ട. ആൻഡ് ആർട്ട് സോർട്ട് ഓഫ് ഇമിറ്റേറ്റ്സ് ലൈഫ്. അപ്പോൾ ആ നിയമത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ചിലപ്പോൾ ഒരു സമൂഹത്തിലും ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന രീതിയിലൊരു മാറ്റം വരാൻ ഒരു സാധ്യതയുണ്ട്. എന്നാലും നമുക്കതിലും ഫുൾ വിശ്വസിക്കാനും പറ്റില്ല. ഓക്കെ, മൈ ഫൈനൽ ക്വസ്റ്റ്യൻ ഇസ്, ഹയവദന ഇതിൻ്റെ അകത്തൊരു ഫോർ ഷാഡോയിങ് പരിപാടി പോലെ. എനിക്കിത് നിങ്ങളുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്താണെന്നും കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ആട്ടം എന്ന് പറയുന്ന ആ വാക്കിന് തന്നെ പ്രോബ്ലി പ്ലേ എന്നുള്ള ഇതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഹയവദന ഈസ് ഓൾസോ അബൌട്ട് ഫേസസ് ഇൻ വൺ വേ ഓർ ദി അതർ. ദേവദത്തനും കപിലനും പോലെയുള്ള രണ്ട് ഫേസ്, അതെ, മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഷെഫായിട്ടുള്ള ആക്ടർ, പ്ലംബറായിട്ടുള്ള ആക്ടർ, ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ആക്ടർ, അങ്ങനെ എല്ലാവർക്കും ഈ ഡുവാലിറ്റി കുറേ നിൽക്കുന്നുണ്ട്. സോ ആ പ്ലേ അതിനകത്ത് ഉപയോഗിക്കാനുള്ള ഒരു പരിപാടി നേരത്തെ ആദ്യം മുതലേ പ്ലാനിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു നിങ്ങൾ, ആൻഡ് വാട്ട് ഈസ് യുവർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹയവദന ബീങ് യൂസ്ഡ് ഇൻ ആട്ടം ആസ് ഒരു ഓപ്പണിങ്? എനിക്ക് തോന്നുന്നത് വളരെ കോൺഷ്യസ് ചോയ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സിനിമയുമായി ആട്ടവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഏറ്റവും ഇസറ്റ് കാര്യങ്ങളും ആനന്ദിൻ്റെ മനസ്സിൽ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഹയവദനൊക്കെ ഓൾറെഡി എൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റേജിൽ ലോക്ക് ചെയ്തിരുന്നൊരു പരിപാടിയാണ്. അത് വെച്ചിട്ട് ഞങ്ങൾ ഇത് ചെയ്തു, മറ്റേ തിയേറ്റർ കൊറിയോഗ്രഫി ചെയ്തു. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ ആ കൊറിയോഗ്രഫി ചെയ്തപ്പോൾ ഉണ്ടായില്ല, അപ്പോൾ ഞങ്ങളെ കൂടി വന്ന് നമ്മൾ സ്റ്റേജിൽ ഇംപ്രവൈസ് ചെയ്ത് മാറ്റി. അങ്ങനെ ഇത് മുഴുവൻ, അതായത് ഏറ്റവും സെറ്റ് പരിപാടികൾ പ്ലാൻഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡുവാലിറ്റിയുടെ കാര്യം സംസാരിക്കുമ്പോൾ അത് അവരുടെ പ്രൊഫഷനിൽ മാത്രമല്ല, സ്വഭാവത്തിലും ഉണ്ട്. ഏത് സന്ദർഭത്തിലും ലൈക്ക് അങ്ങോട്ട് തിരിയാനുള്ള ഒരു പൊട്ടൻഷ്യൽ അത് ആ നാടകത്തിലും ഉണ്ട്. സോ ഹൗ ഡു പീപ്പിൾ റിയാക്ട്? അവർക്ക് ആവശ്യമുള്ളൊരു സാധനം കിട്ടാത്തപ്പോൾ അവരെങ്ങനെ ആ സിറ്റുവേഷനെ യൂസ് ചെയ്യും? ആ ഒരു മെറ്റഫർ, ആ തീം, റണ്ണിങ് തീമാണ് ആ പ്ലേയിൻ്റെ.
താങ്ക് യു ഫോർ സിറ്റിംഗ് ത്രൂ ദിസ് ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഫോർ മീ എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ടഫസ്റ്റ് ഇൻ്റർവ്യൂസ് ആവാനുള്ളതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് മൈ ഡിഫിക്കൽട്ടി ഇൻ ഫ്രെയിമിങ് എ ക്വസ്റ്റ്യൻ വിത്ത് ദ ഹോൾ പൊളിറ്റിക്സ് ഓഫ് ആർട്ടും ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ് മേക്സ് ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ ബിക്കോസ് ഇതിൻ്റെ നരേറ്റീവിൽ ഇത് കാണുന്ന ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്ന് പറയുന്നത് പോലെ ദർ ഇസ് സോ മച്ച് മോർ ടു ഡിസ്കവർ. നമുക്ക് വേണമെങ്കിൽ 11 ക്യാരക്ടേഴ്സും പ്ലസ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് വേണ്ടി നമുക്കൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ കുറേ തീസസ് നമുക്ക് എഴുതാണ്ടോന്നാണ് എനിക്ക് തോന്നുന്നത് ഓൺ ഹ്യൂമൻ സൈക്കോളജി ആൻഡ് നേച്ചർ. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ദറ്റ് ദിസ് ഇസ് റിലീസ് ഇൻ 2024. ഐ എം സോ ഗ്ലാഡ് ദറ്റ് somehow this is also becoming the voice of whatever is happening today. And I'm so glad that we could talk. Both of you are here. So happy that you won the national award. I really, really believe you guys watch the film. Celebrate Artam more. Thank you, Vinay Chetta. Thank you, Zarin, for spending some time on post credits. Thank you so much for giving us the opportunity.